ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അതേപോലെ ഭരണഘടന ഇവ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഭരണഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഈ പുസ്തകത്തിലെ ഈ കുട്ടിയുടെ സംശയം നമുക്കും ഉണ്ടായി കാണും. 1947 ആഗസ്റ്റ് 15-നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. പക്ഷെ ഭരണഘടന നിലവിൽ വന്നത് 1980 ജനുവരി 26-നുമാണ്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി 2.5 വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും? അങ്ങനെ ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ബ്രിട്ടീഷുകാർ 1935-ൽ പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഈ നിയമസംഹിതയാണ് ഇന്ത്യ റിപ്പബ്ലിക് ആവും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 1950-ലാണ് 50 ജനുവരി 26-നാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935-ന്റെ ചില സവിശേഷതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സവിശേഷത, 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. 321 വിഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ടായിരുന്നു. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭയായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ചു. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പറയുന്നുണ്ട്. അപ്പോ അത് കഴിഞ്ഞിട്ടാണ് 1946-ലെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമാവുന്നത്. അപ്പോ ഈ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ചേരുന്നത് 1946 ഡിസംബർ 9-നാണ്. ഭരണഘടനാ നിയമം നിർമ്മിക്കാൻ എടുത്ത കാലയളവ് എന്ന് പറയുന്നത് 2 വർഷം 11 മാസം 17 ദിവസമാണ്. അതേപോലെ നമ്മുടെ ഭരണഘടനയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇനി നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഈ ഭരണഘടന ഒപ്പുവെച്ചത് 1949 നവംബർ 26-നാണെങ്കിൽ നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. നമ്മുടെ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. നമ്മുടെ ഭരണഘടനയ്ക്കും ഒരുപാട് സവിശേഷതകളുണ്ട്. അത്തരത്തിലുള്ള സവിശേഷതകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളുമായിരുന്നു നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത്. 22 ഭാഗങ്ങൾ, 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ. ഇനി നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ. ഒന്ന്, പാർലമെന്ററി ജനാധിപത്യ ഭരണമായിരുന്നു. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. ജനങ്ങളുടെ പരമാധികാരം, അതായത് നമ്മുടെ രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് നമ്മൾ ജനങ്ങളിൽ നിന്നാണ്. അതേപോലെ മൗലികാവകാശങ്ങൾ, മൗലിക കടമകൾ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. മൗലിക കടമകൾ നമ്മൾ പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ്. നിയമവാഴ്ചയും മാർഗനിർദ്ദേശക തത്വങ്ങളും ഉണ്ട്. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഓരോ പൗരരും നിയമത്തിന് വിധേയരല്ല, ആരും നിയമത്തിന് അതീതരല്ല. ഓരോ പൗരരും നിയമത്തിന് വിധേയരാണ്, ആരും നിയമത്തിന് അതീതരല്ല എന്നതാണ് നിയമവാഴ്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നതാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയാണ് നമുക്കുള്ളത്. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനമാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. ഫെഡറലിസം, അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. ഏകപൗരത്വം, രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേയുള്ളൂ, സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല. ഇതും ഭരണഘടനയുടെ സവിശേഷതയാണ്. അപ്പോ ഏകപൗരത്വം, ഫെഡറലിസം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, മാർഗനിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, മൗലിക കടമകൾ, മൗലിക അവകാശങ്ങൾ, പാർലമെന്ററി ജനാധിപത്യ ഭരണം, ജനങ്ങളുടെ പരമാധികാരം. ഇവയാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേക സവിശേഷതകൾ.